വസ്ത്രം മാറുന്നത് പോലെ ആണുങ്ങളെ മാറുന്നു. പ്രണയം ഒന്നല്ല, ഒരുപാടെണ്ണം. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എനിക്കാരോടും പേഴ്സണലി വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ആരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണനുകളുണ്ട്. അതെ, കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നതോ പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, ഇപ്പൊ എന്നെ പറഞ്ഞവര് റിഗ്രറ്റ് ചെയ്തിട്ട് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ ആരുടെ ഭാഗത്താ തെറ്റുള്ളതെന്ന് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. അപ്പൊ ഈ ഊബർ ഡ്രൈവർ ആരാ? അത് അവന്റെ ഫ്രണ്ട്, ലല്ലുവിന്റെ ഫ്രണ്ട്. ഊബർ ഡ്രൈവറുമായിട്ട് സഫയ്ക്ക് എന്താ ബന്ധം? ഒരു ബന്ധമില്ല, എന്റെ ഡ്രൈവർ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഊബറുകാരനെ എന്തിനാ ഒരു ബന്ധം വെക്കുന്നത്? ഒരു ഊബറുകാരന്റെ രീതി നിർത്തിയാ പോരെ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അപ്പൊ ഫ്ലാറ്റിലൊക്കെ വരുന്നതോ? ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ഇവിടെ ലല്ലും സഫയും ഒന്നിച്ചു, ഫസിയും മെഹനാസും തമ്മി ഡീല്. ഇതാണോ യാഥാർത്ഥ്യം? ഞങ്ങൾ ഒന്നിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്നിക്കാം. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഈ തല്ലിന്ന് വെറുവാക്ക് പറയുമല്ല, തെളിവ് വല്ലതും ഉണ്ട്? ഫോട്ടോസ് ഉണ്ട്. ഞാൻ അപ്പൊ ഇപ്പോഴും ചിരി വരുന്നത് എനിക്ക്. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഫസിയുടെ ലൈഫ് ഇല്ലാതാക്കിയത് ലല്ലുവിനും സഫയ്ക്കും ഒരു പങ്കുണ്ട്. നിനക്ക് അമ്മ മെങ്ങന്മാരൊന്നും ഇല്ലടാ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. അവരിപ്പൊ പിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസായി? അവര് പിരിയാൻ കാരണം നിങ്ങളുള്ള സംഭാഷണമല്ലേ? മോശം അഭിപ്രായം. ഒരു ചിത്രം കാണിക്കാം, അതിൽ പറയാനുള്ളത് സഫയ്ക്ക് പറയാം. കാരണം ഒരുപാട് തെറ്റിദ്ധാരണ സഫയെ പറ്റി ഇന്നുണ്ട്. സഫയുടെ ഫ്ലാറ്റില് ലല്ലു നിൽക്കുന്നു. ലല്ലുവാണ്. അതെ, ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. എനിക്ക് സത്യം പറഞ്ഞത് കാണുമ്പോ ചിരിയാ വരാം. എന്തൊക്കെയായിരുന്നു ഈ ഡ്രസ്സും കാര്യങ്ങളും ലല്ലുവിന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. സഫയുടെ അയയാണോ? ആണ്. ആണ്. സഫയുടെ അയയാന്ന് സഫ പറയുന്നുണ്ട്. പക്ഷെ ഡ്രസ് എങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. ഇല്ല. അതെങ്ങനെ? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ തന്നെ. അതായത് ഈ ലല്ലുവിന്റെ ഡ്രസ്സാണ് ഇതിൽ വന്നേക്കുന്നത്. അറിയാം. ബാഗിൽ കിടക്കുന്ന ഡ്രസ്സ് പറന്നുപോയി ഒരിക്കലും അയ ഇരിക്കത്തില്ല. അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ നിരന്തരം ചെയ്യുന്നു. ഞാൻ നിരന്തരം ചെയ്ത് എന്റെ വീഡിയോസ് നോക്കിയാണ് ഒരു 5 വീഡിയോസ് 6 വീഡിയോസ്. ഞാനിപ്പോ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ എന്താ? കുട്ടിയായിട്ടുള്ള വീഡിയോ. എനിക്കിപ്പോ അതിനെപ്പറ്റി സംസാരിച്ച് ഒരാളുടെ ഇറച്ചി തിന്നുകൊണ്ടുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ട, ആവശ്യമില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോട്ടെ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.